ക്രിസ്മസ് കാലമാണ്. പക്ഷെ കേരളത്തിൽ ക്രിസ്മസിനേക്കാൾ വാർത്തയാകുന്നത് ഉത്തരേന്ത്യയിൽ സംഘപരിവാർ വലിയ രീതിയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നു എന്ന രീതിയിൽ വലിയ വാർത്ത. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അതോ ഈ രാഷ്ട്രീയ ലക്ഷ്യം വച്ച് എന്ത് പറഞ്ഞാലും എല്ലാ നേതാക്കളും പറയുന്നത് ഒരു കേക്കിൽ പോയി നിൽക്കും, കേക്കുമായി അവർ പള്ളിയിൽ വരും, സൂക്ഷിക്കുക എന്നതാണ്. അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സംഭവങ്ങളൊക്കെ കുറേശ്ശെ അവിടെ നടക്കാറുണ്ട്, അതില്ല എന്നുള്ളത് നമ്മൾ നിഷേധിക്കാൻ ഒക്കില്ല. പക്ഷെ അതിന് പിന്നിൽ ഒരു വലിയ കാരണമുണ്ട്. കാരണം ട്രൈബൽ മേഖലകൾ കേന്ദ്രീകരിച്ച് വളരെ നാളുകളായിട്ട് ഛത്തീസ്ഗഡിലായാലും മറ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലായാലും മധ്യപ്രദേശിലായാലും പിന്നെ ഈവൻ യു പിയിലും ജാർഖണ്ഡിലും എല്ലാം വൻതോതിൽ മതപരിവർത്തനങ്ങൾ നടത്താറുണ്ട്. അപ്പം അത് ഈ ട്രൈബൽ മേഖലയിലാണ് കൂടുതൽ നടക്കുന്നത്. കാരണം ഈ ട്രൈബൽസിന് അവർ മതപരിവർത്തനം നടത്തിയാലും അവരുടെ റിസർവേഷനെ ബാധിക്കാറില്ല. അപ്പോൾ എളുപ്പം അതാണ്. മറ്റേ ഇപ്പോൾ SC/ST വിഭാഗങ്ങളോ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളോ ഉള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവരെ പരിവർത്തനം ചെയ്ത് ഒരു ജ്ഞാനി അവിടെ ഇപ്പോൾ ഇപ്പുറത്ത് മാറി ജോസഫ് ആയി കഴിഞ്ഞാൽ അയാളുടെ ആനുകൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടും. റിസർവേഷൻ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെടും. അതേസമയം ട്രൈബലിലാണെങ്കിൽ പ്രശ്നമില്ല. ട്രൈബൽസിന് ഏത് മതത്തിൽ ചേർന്നാലും എന്ത് ചേർന്നാലും അവർ ട്രൈബൽ എന്ന ഒരു കാറ്റഗറിയിലാണ് അവരെ പെടുത്തിയിരിക്കുന്നത്. ഷെഡ്യൂൾ ട്രൈബ്, അതായത് ഗിരിവർഗ്ഗക്കാർ. ആ ഗിരിവർഗ്ഗക്കാരെ ഏത് മതത്തിൽ പോയാലും ഏത് ജാതിയിൽ പോയാലും ഏത് ആചാരങ്ങളിൽ അവർ നിന്നാലും അവരുടെ റിസർവേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. അതാണ് ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഈ മതപരിവർത്തനം നടക്കുന്നത്. അപ്പം അതിൻ്റെ എണ്ണമൊന്നും കറക്റ്റ് അറിയില്ല. പക്ഷേ ഇത് ചികഞ്ഞു പോകുന്ന ചില ബജ്രംഗ് ദൾ, ഈ വിശ്വ ഹിന്ദു പരിഷത്ത് സംഖ്യകളുണ്ട്. അപ്പോൾ അവർ ഇതിൻ്റെ എല്ലാം കണക്കെടുത്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് ഇത് നീങ്ങുന്നതിൻ്റെ ലക്ഷ്യം അറിയാം. അപ്പം അതുകൊണ്ടാണ് അവരിതിനെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്ന ഏരിയകളിൽ പോകരുത്, ഇന്നിടത്ത് നടത്തരുത് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം അതാണ്. പക്ഷേ അത് കേരളത്തിൽ പലർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ പലരും അവർ ചോദിക്കുന്നത് എന്താ, നമ്മളിവിടെ കരോളിന് പോകുന്ന പോലെയാണ്. നമ്മുടെ ഇവിടെ പോകുന്നത് ഓരോ വീട്ടിലും പോയി അവിടെ മതപരിവർത്തനത്തിനല്ല പോകുന്നത്. അവിടെ ചെല്ലുന്നു, ക്രിസ്മസ് സന്ദേശം കൈമാറുന്നു, അവരും ചിലപ്പം അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്നു, തിരിച്ചു പോകുന്നു, ഇത്രയും നടക്കുന്നുള്ളൂ. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഇതൊരു ടോക്കൺ ആയിട്ടാണ് അവരെടുത്തിരിക്കുന്നത്. വീട്ടിൽ കയറി ചെല്ലാനും പിന്നീട് അവിടെ തിരിച്ചു വരാനും ഒക്കെ ഉള്ള ഒരു ടോക്കൺ ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. ആ പരാതി പരിഹരിക്കുകയാണ് വേണ്ടത്. ഇത് പരിഹരിക്കണമെങ്കിൽ നമ്മുടെ ദേശീയ ചാനൽ മുതൽ കേരളത്തിലെ ചാനലുകൾ വരെ ചെയ്യുന്ന മെത്തേഡ് മാറ്റണം. ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ പിടിച്ചിരുത്തും, ഇപ്പുറത്ത് വേറൊരു VHPയുടെയോ മറ്റാരെങ്കിലും പിടിച്ചിരുത്തും. ഇവരെ ക്രിസ്ത്യാനിയെ ചീത്ത വിളിക്കും, ക്രിസ്ത്യാനി ഇവരെ ചീത്ത വിളിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഡിവിഷൻ കൂടി വരികയാണ്. ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നടത്താനായിട്ട് വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ഇതിപ്പോൾ ഹിന്ദുവിലും ഉണ്ട്, ക്രിസ്ത്യാനിയിലും ഉണ്ട്, മുസ്ലിമിലും ഉണ്ട്. അതാണ് ഇതിൻ്റെ രസം. ഹിന്ദുവിലുള്ളതെന്ന് വെച്ചാൽ ഒരു ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ ഈ മതപരിവർത്തനത്തിനെതിരായി കണ്ണും മൂക്കുമില്ലാതെ പ്രതിഷേധിക്കാൻ നിൽക്കുന്നവരുണ്ട്. ക്രിസ്ത്യാനിയിൽ ഒരു വിഭാഗം ഏത് കാരണം വന്നാലും നമ്മുടെ മതപരിവർത്തനം നടത്തണം, പിന്നെ ഹിന്ദുക്കളെ പ്രൊവോക്ക് ചെയ്യണം എന്ന് വിചാരിച്ചു നടക്കുന്ന ഒരു വിഭാഗമുണ്ട്. പ്രത്യേകിച്ച് ഈ ബന്തിക്കോസ്റ്റ് പോലുള്ള ചില വിഭാഗങ്ങളുടെ ശക്തികൾ അങ്ങനെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവരെ ചെറുക്കുക എന്നുള്ള ഇവരുടെ ഒരു കടമയാണ്. അപ്പം ഇവർ രണ്ടുപേരും തമ്മിലുള്ള ക്ലാഷ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടുള്ള ദോഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ക്രിസ്ത്യാനിറ്റിക്കാണ് ദോഷം കൂടുതൽ വരിക. കേരളത്തിൽ തിരിച്ചാണ്. കേരളത്തിൽ ഇത് BJPക്കായിരിക്കും കൂടുതൽ ദോഷം വരുന്നത്. കാരണം ഒരു ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം വരുന്നതിന് എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോകുക എന്നുള്ളതാണ് BJPയുടെ ഇവിടുത്തെ ഉദ്ദേശം. പക്ഷേ അതിനെ തൊലയ്ക്കുക എന്നുള്ളതാണ്, ഞാനതാ പറഞ്ഞ്, ഇവർ തമ്മിൽ നടക്കുന്ന സംഘർഷങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് മുതലെടുക്കുക എന്നുള്ളതാണ് മുസ്ലിം സംഘടനകളിൽ പലരും ചെയ്യാറ്. കാരണം ഇതിങ്ങനെ ഡിവൈഡ് ചെയ്താൽ മാത്രമേ അവർക്കതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ കഴിയൂ. അപ്പം അത് കേരളത്തിൽ ഭംഗിയായി നടക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കാതെ നമ്മുടെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് നിങ്ങളല്ലേ മതപരിവർത്തനം നടത്തിയത്, അപ്പം നിങ്ങളല്ലേ അടിച്ചത്, നിങ്ങൾ അവിടെ കയറി വന്ന് മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചുകൊണ്ടല്ലേ ഞങ്ങൾ അടിച്ചത്, അപ്പം നിങ്ങൾ അടിച്ചു ഇല്ലേ എന്ന് ഈ രീതിയിൽ സംഭാഷണം വന്നിട്ട് അവസാനം ഇത് ഹിന്ദു സംഘടനകളുടെ മേലിൽ വരികയും ക്രിസ്ത്യൻ സംഘടനകൾക്ക് ഒരു ഇത് ഇല്ലാതാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു നെറേറ്റീവ് കൂടെ നടക്കുന്നുണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പം ആ തെറ്റിന് രണ്ട് കാരണങ്ങൾ കാണും. ഒന്ന്, അയാളുടെ ഒരു പ്രൊവക്കേഷൻ കാണും, ഇവിടുന്ന് അയാൾ ചാടിക്കയറി അടിച്ചതും കാണും. അപ്പം ഇതിൽ ഒന്നേ പറയുള്ളൂ, അത് ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നുള്ളത് എടുത്തിട്ട് എപ്പോഴും സംഘപരിവാർ സംഘടനകൾ അതിക്രമം കാണിച്ചു എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പം അതിനുള്ള കാരണം എന്താണ് എന്ന് പലപ്പോഴും കണ്ടെത്തി പോകാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഇതിനൊരു ഒരു ഐക്യം ഉണ്ടാക്കുന്നതിനായിട്ട് ക്രിസ്ത്യൻ മിഷണറിമാരുടെയും VHPയുടെയും
ബജരംഗ് ദളിനെയൊക്കെ ചേർത്ത് കൊണ്ടുള്ള ഒരു കമ്മിറ്റി പോലത്തെ എന്തെങ്കിലും രൂപീകരിച്ച് മുന്നോട്ട് നീങ്ങിയാലേ നടക്കുള്ളൂ. അത് നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതിന് മുൻകൈ എടുക്കേണ്ടത് ക്രിസ്ത്യൻ മിഷണറിമാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിൽ ഒഴിച്ച് പറ്റിയ ഏത് സ്ഥലത്തും അവരെ സംബന്ധിച്ചിടത്തോളം BJPയുമായി ഒന്നിച്ചു പോകേണ്ടത് ഒരു ആവശ്യമാണ്. കേരളത്തിൽ അവർക്ക് ആവശ്യമില്ല, UDF ആയാലും മതി, LDF ആയാലും മതി. പക്ഷേ നോർത്തേൺ സംസ്ഥാനങ്ങളടക്കം വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങൾ, ഇതിന് കേരളവും തമിഴ്നാടും വിട്ടാൽ പൂർണ്ണമായിട്ടും എനിക്ക് തോന്നുന്നത് BJP പോലുള്ള സംഘടനകളുമായിട്ട് യോജിച്ച് നിൽക്കുന്നതാണ് ക്രിസ്ത്യൻ മിഷണറിമാർക്കെല്ലാം നല്ലത്. അവരുടെ മതം ഉള്ള രീതിയിലെങ്കിലും പ്രചരിപ്പിച്ചുകൊണ്ട് പോകുന്നതിനും കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനും വേണമെങ്കിൽ മതപരിവർത്തനമല്ലാതെ ഒരു മനപരിവർത്തനത്തിന് പോലും ശ്രമിക്കണമെങ്കിൽ ഇതൊക്കെ മാർഗമുള്ളൂ. അപ്പം അത് ചെയ്യാതെ ഈ ചില ശക്തികൾ നടത്തുന്ന ബഹളത്തിനിടയിൽ, ആ ബഹളത്തിൽ കാരണം അവർ നടത്തുന്ന വിഘടനവാദവും മറ്റും മറയ്ക്കാനാണ് ഈ പ്രശ്നങ്ങൾ നടത്തുന്നത്. ഇപ്പം ക്രിസ്ത്യാനിക്കും അടി കിട്ടുന്നു, മുസ്ലിമിന് മാത്രമല്ല ക്രിസ്ത്യാനിക്കും അടി കിട്ടുന്നു എന്ന് പറഞ്ഞാലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. ക്രിസ്ത്യാനി വിഘടനവാദം നടത്തുന്നില്ല, അപ്പം അവരെ അടിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെ വിഘടനവാദികൾ എന്ന് പറയുന്നു. പക്ഷെ അപ്പം എന്തിനാണ് ക്രിസ്ത്യാനി അടിക്കുന്നതെന്ന് ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. അപ്പം ഞങ്ങളെ മാത്രമല്ല അവരെയും തട്ടുന്നുണ്ട്, അവരെയും അടിക്കുന്നുണ്ട്, അവരെ കൊല്ലുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ഈ കൊല്ലുന്നില്ല എന്നുള്ളത് അവരത്രയ്ക്ക് വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്യാറില്ല എന്നുള്ളതുകൊണ്ടാണ്. അവർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങളാണ്. അതിനെ അവർ തടയുകയാണ് ചെയ്യുന്നത്. അടിക്കുക എന്ന് പറഞ്ഞാൽ പലയിടത്തും അടിയല്ല, രണ്ട് കൂട്ടരും ചേർന്നുള്ള ഉന്തും തള്ളുമൊക്കെയാണ് നടക്കുന്നത്. അതിനെ അടിയായിട്ട് ചിത്രീകരിച്ചത്. ഇതിന് രണ്ട് കൂട്ടരും കുറ്റക്കാരാണ്, കുഴപ്പക്കാരാണ്. അത് മാറാൻ ഏക മാർഗം അവർ ചേർന്ന്, മിഷണറിമാരും ഹിന്ദു സംഘടനകളും ചേർന്ന ഒരു കമ്മിറ്റികൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മേഖലകളിൽ ഒരു ഫോർമേഷൻ രൂപം കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അതിന് ബഹളം ഉണ്ടായിക്കൊണ്ട് TV ചാനലുകളിൽ ഇരുന്ന് ഇന്ത്യയിലെ ജനതയെ വിഘടിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ദോഷം നമ്മുടെ രാജ്യത്തുള്ള സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുത്തുക എന്നത് മാത്രമേ നടക്കുകയുള്ളൂ. നാം ഈ ചർച്ച കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ചർച്ച കേരളത്തിൽ നടത്തുന്നതിന് വളരെ വലിയ ഒരു ഉദ്ദേശമുണ്ട്. കാരണം നോർത്ത് ഇന്ത്യയിൽ ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, മധ്യപ്രദേശിലെ പത്രത്തിലോ അല്ലെങ്കിൽ ചാനലിലോ ഇത്രയും വലിയ വാർത്തയില്ല. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ബംഗ്ലാദേശിൽ ഒരു ഹിന്ദുവിനെ കൊന്ന വിഷയം ഇവിടെ അത് ഒരു നിസ്സാരമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. മറ്റേതങ്ങനെയല്ല. അത് പിന്നെ ഒരു പൊടിപ്പും തൊങ്ങലും കൊടുത്തുകൊണ്ട് മെയിൻ ചാനലുകൾ പ്രക്ഷേപണം ചെയ്യുന്നത് ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചു. അവരതൊരു വലിയ ആഘോഷമായിട്ടാണെന്ന്. താങ്കൾ പറഞ്ഞ പോലെ കേക്ക് മുറിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കർണത്തടിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരതിനെ കൊണ്ട് പൊലിപ്പിക്കുകയാണ്. ഈ അവതാരകൻ ഒരു അവതാരമായി മാറി ഇതങ്ങ് പൊലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഇവിടെ ഒരു യൂണിറ്റി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അതിന് ചെറിയ മാറ്റമുണ്ട്. ആ മാറ്റം എത്രയും പെട്ടെന്ന് മായ്ക്കണം. അല്ല, മാറ്റം ഉണ്ടായില്ലെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. BJPയുടെ ഔട്ട്റീച്ച് പരിപാടി പരാജയപ്പെട്ടു. അത് പൂർണ്ണമായും ശരിയല്ല. പല മാറ്റങ്ങൾക്കും പലയിടത്തും വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രത്തോളം ഇപ്പോൾ ഒന്ന് നോക്കൂ, ഒരു കോർപ്പറേഷൻ മൊത്തത്തിൽ 2 നഗരസഭകൾ, 28ഓളം ഗ്രാമസഭകൾ, 4500ഓളം വാർഡുകളിൽ അവർക്ക് ഒരു നല്ല പെർസെൻറ്റേജ് വോട്ട് കിട്ടിയിരിക്കുകയാണ്. അത് ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ സ്ഥാനത്ത് വരുന്ന വിധത്തിൽ 4500ഓളം വാർഡുകൾ വന്നിരിക്കുകയാണ്. 10000ആണ് അമിത്ഷാ ഇട്ട ടാർഗറ്റ്. ഏതാണ്ട് അതിൻ്റെ പകുതിയോളം വന്നിരിക്കുകയാണ്. അതെങ്ങനെ വന്നു? പെട്ടെന്നൊരു മാറ്റം വന്നതല്ലോ. രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നതുകൊണ്ട് മാത്രം വന്ന മാറ്റമല്ല. അപ്പോൾ അവിടെ താഴെത്തട്ടിലും ഇടത്തട്ടിലും ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ചിലപ്പോൾ എറണാകുളത്ത് നടന്നു കാണില്ല, ചിലപ്പോൾ ഇടുക്കിയിൽ നടന്നു കാണില്ല, ചിലപ്പോൾ പത്തനംതിട്ട നടന്നു കാണില്ല. കാരണം അവിടെ LDFും UDFും തമ്മിലായിരിക്കും അധികവും ഫൈറ്റ് നടന്നിരിക്കുന്നത്. ആ ഫൈറ്റിൽ അവർ ചിലപ്പം UDFന് വേണ്ടി വോട്ട് ചെയ്തെന്നിരിക്കാം. കാരണം LDF ജയിക്കരുത് എന്ന് വിചാരിച്ച് ഭരണവിരുദ്ധ വികാരമായിട്ട് അങ്ങനെ NDAക്ക് വോട്ട് ചെയ്താലും NDA ചിലപ്പോൾ ജയിക്കില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു മനംമാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മനംമാറ്റത്തിന് എത്രയും പെട്ടെന്ന് ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ആക്രമണം വഴി, ക്രിസ്മസ് കരോൾ വഴി കൂട്ടിക്കെട്ടുക എന്നുള്ള ഒരു തന്ത്രം നിലവിലുണ്ട്. അത് BJP അടക്കമുള്ള സംഘടനകളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സംഘടനകളും അവരുടെ ഭാരവാഹികളും ആലോചിക്കേണ്ടതാണ്. കേരളത്തിൽ അവർക്കൊരു പ്രശ്നമില്ല. പക്ഷേ BJPക്കും കേരളം വിട്ടു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ ഒരു സപ്പോർട്ടൊന്നും ആവശ്യമില്ല. 2.4% അവർക്കൊന്നുമല്ല. 80% ബഹുഭൂരിപക്ഷത്തിൻ്റെ സപ്പോർട്ട് BJPക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ക്രിസ്ത്യനിൻ്റെ ഒരു 2%-ൽ ഒരു പകുതി 1% കിട്ടണം എന്ന് അവരാഗ്രഹിച്ചിട്ട് അവർക്ക് വലിയ നേട്ടമൊന്നുമില്ല. പക്ഷേ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുമ്പോൾ അവരുമായിട്ട് അടികൂടാതെ പോകണം എന്നുള്ളതാണ് നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ ആഗ്രഹം.
ഒരുപക്ഷെ RSSനും അതേ ഒരു ചിന്ത ഉണ്ട് എന്നുള്ളതാണ് മോഹൻ ഭഗവതിൻ്റെയൊക്കെ പ്രസ്താവനകളും നീക്കങ്ങളും കണ്ടാൽ മനസ്സിലാകുന്നത്. അപ്പം അതിന് അനുഗുണമായി പോകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ചെറിയ ന്യൂനപക്ഷം ഹിന്ദുക്കളിൽ ചിലരുണ്ട്. അവരെ നിയന്ത്രിക്കാൻ ഹിന്ദു സംഘടനകളും ഒരു വിഭാഗം ക്രിസ്ത്യൻ സംഘടനകളിലെ പ്രവർത്തകർ നമുക്ക് ഇവനെ കവച്ചു വെച്ച് മുന്നോട്ട് പോയി അവിടുന്ന് പരിവർത്തനം നടത്തിയാലേ നമുക്ക് വളരാനൊക്കെ എന്ന് വിചാരിക്കുന്ന ക്രിസ്ത്യാനികളുമുണ്ട്. അപ്പം ഇതിനൊരു ബാലൻസിങ് ഉണ്ടാക്കാനും വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാതിരിക്കാനും കൂടുതൽ അന്തഃഛിദ്രങ്ങൾ ഉണ്ടാകാതിരിക്കാനും രണ്ട് വിഭാഗങ്ങളിൽ നിന്നുള്ള ഒരു കമ്മിറ്റികൾ ഉണ്ടാക്കി ഇത് പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് പലയിടത്തും നടന്നില്ലെങ്കിൽ കേരളത്തിൽ അത് BJPക്ക് ദോഷമാണെങ്കിൽ മറ്റു പലയിടത്തും BJPക്ക് ഗുണമാണ് എന്നുള്ളത് ക്രിസ്ത്യൻ സംഘടനകൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കേരളത്തിൽ നിന്നാണ് അതിൻ്റെ അടിത്തറ പാകേണ്ടത്. കാരണം AD 52 മുതൽ അപ്പോസ്തലൻ സെൻറ് തോമസ് ഇവിടെ വന്നത് മുതൽ ഉള്ള കേരളത്തിലെ ക്രിസ്ത്യൻ സംസ്കാരം, ക്രിസ്ത്യൻ മതത്തിൻ്റെ വളർച്ച, സമാധാനമായിട്ട് ഇത് മതം വളർത്തിക്കൊണ്ടുപോകാനും പള്ളികൾ പണിയാനും ക്ഷേത്രങ്ങളുടെ സ്ഥലങ്ങളിൽ വരെ പള്ളികൾ വയ്ക്കാനും ഒക്കെയുള്ള ഇവിടുത്തെ രാജാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ മഹാമനസ്കത അതൊക്കെ നമ്മൾ വിലക്കെടുക്കേണ്ടതാണ്. പിന്നെ UPയിലടക്കം മധ്യപ്രദേശിലടക്കമുള്ളവർ അവർ പറയുന്നത് നിങ്ങൾ ക്രിസ്ത്യൻ ആചാരങ്ങൾ, ക്രിസ്ത്യൻ ക്രിസ്മസിൻ്റെ പരോള് അടക്കമുള്ള കാര്യങ്ങൾ വിദ്യാലയങ്ങളിലും റോഡിലും ഒക്കെ നടത്താൻ പറയുന്നു. പക്ഷേ ഇത് ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ളവർ അതിൽ ആചരിക്കാനായിട്ട് നിർബന്ധിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് ഹിന്ദു ആചാരങ്ങൾ, ഒരു ദീപാവലി അല്ലെങ്കിൽ കാർത്തിക അല്ലെങ്കിൽ ഹോളി ഇതുപോലുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ പങ്കെടുക്കുന്നില്ല എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് അവർ. ഇപ്പോൾ കേരളത്തിൽ അതേ പ്രശ്നമുണ്ട്. കേരളത്തിൽ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കണം എന്ന് നിർബന്ധിക്കാനായിട്ട് സ്കൂളുകളിൽ ആളുണ്ട്. പക്ഷെ ദീപാവലി സ്കൂളുകളിൽ ആഘോഷിക്കാൻ ശ്രമിച്ചാൽ അതിനെ എതിർക്കുന്നവർ എത്ര പേരുണ്ട്? ദീപാവലി വേണ്ട, ഓണം ആഘോഷിക്കാൻ സമ്മതിക്കുന്നില്ല പലരും. അവിടെ അതിന് ഓണപ്പൂക്കളമൊന്നും ഇടണ്ട, അത് വേണമെങ്കിൽ ഒരു മിഠായി വിതരണം നടത്തി പോയാൽ മതി എന്ന് പറയുന്ന എത്രയോ മാനേജ്മെൻറ്റ് സ്കൂളുകൾ ഇവിടെ ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചൊന്നും ആരും പറയാറില്ല. ഈ ഇടയ്ക്ക് ഞാൻ കേട്ടതാണ്, അയ്യപ്പൻ്റെ കറുത്ത മാല ഇട്ടിരിക്കുന്നത് അകത്തെടുത്തിടാൻ പറഞ്ഞുകൊണ്ട് പക്ഷെ അത് ആ ഒരു സ്കൂളിൽ നിന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങൾ പലപ്പോഴും അവിടെ നിൽക്കും. അതേസമയം ഇത് തിരിച്ചാ പറഞ്ഞെങ്കിൽ, കൊന്തയെടുത്ത് അകത്തിടാന്നാ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ വിധം മാറിയത്. അത് അവിടെ ഒരു സംഖ്യ വന്ന് പറഞ്ഞു എന്നുള്ളതായിരിക്കും എൻ്റെ നെറേറ്റീവ് പോകുന്നത്. പിന്നെ അതിൻ്റെ പുറകോട്ട് പോകുമ്പോൾ ഇയാൾ കാസയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സംഖ്യയായിരിക്കും. പിന്നെ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അല്ല, ഇപ്പോൾ കാലം മാറിയല്ലോ. ഒരു ഹിന്ദു കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും എതിർക്കുന്നവൻ പിന്നീട് സംഘപരിവാർ ലേബലാവും. അതെ, ആ ലേബൽ കുത്തുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ഒരു സംഘടന നടന്നാൽ എന്തുകൊണ്ട് ഇത് സംഘപരിവാർ നടത്തുന്നതെന്ന് പറയുന്നത് തിരിച്ചു വന്നൂടെ? എല്ലാം സംഘപരിവാർ തന്നെ നടത്തണമെന്നില്ലല്ലോ. ഇപ്പം തിരിച്ചെന്താ പറയാത്തെ? സംഘപരിവാറിന് മേൽ ക്രിസ്ത്യൻ സംഘടനകൾ ചെയ്യുന്നതെന്നും വരാമല്ലോ. ഒരിക്കലും ഒരു കൈ കൊണ്ട് അടി ഉണ്ടാവില്ല, രണ്ട് കൈ കൊണ്ടേ അടി ഉണ്ടാവും. അത് പൊതു തത്വമാണ്, ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള തത്വമാണ്. അടിക്കാൻ രണ്ട് കൈകൾ വേണം, ഒരു കൈ കൊണ്ട് അടി ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ രണ്ടുപേരും ചേർന്ന് പരിഹരിക്കാൻ വേണ്ടത്. അല്ലാതെ TV ചർച്ചയിൽ നിങ്ങൾ അവിടെ വന്ന് മതപരിവർത്തനം നടത്തി അതിന് ഞങ്ങൾ അടിച്ചു, അപ്പം നിങ്ങൾ അടിച്ചില്ലേ എന്ന് പറഞ്ഞ് ഈ തർക്കം ആണ് പോകുന്നതെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകർ ഇങ്ങനെ രണ്ടായിട്ട്, കടൽ വെള്ളം രണ്ടായിട്ട് മാറുന്ന പോലെ രണ്ടായിട്ട് പോകും. പിന്നെ അത് വലിയ അന്തഃഛിദ്രങ്ങളായിട്ട് പ്രശ്നങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് നിഴലിക്കും. അതുണ്ടാവാതിരിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. മാധ്യമങ്ങൾ ശ്രദ്ധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ വളരെയധികം അത്തരം പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. അത് അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ ജനം അത് പ്രബുദ്ധരാവണം. എനിക്ക് തോന്നുന്നു ജനം കുറച്ച് കഴിയുമ്പോൾ ഇത് മനസ്സിലാക്കും. ഇത് എന്നും പുലി വരുന്നതെന്ന് പറഞ്ഞാൽ അതൊന്നും പിന്നെ ആൾ മൈൻഡ് ചെയ്യില്ല. എനിക്കുണ്ടാകുന്ന അനുഭവം എന്താണെന്ന് നോക്കി ചിലരൊക്കെ അത് അസസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും അല്ല. പക്ഷേ ഇതിനെ പെരുപ്പിക്കാൻ ചിലരുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ ക്രിസ്ത്യാനി അല്ലാത്തവർ വന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് നോക്കേണ്ട ബാധ്യത ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ഉണ്ട്. അത് നോക്കിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.